ധർമ്മസ്ഥലയിൽ അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തിയ 6ാമത്തെ പോയിന്റിലെ പരിശോധന പൂർത്തിയായി. 6ാം പോയിന്റിൽ നിന്ന് 15 അസ്ഥിഭാഗങ്ങളാണ് കണ്ടെത്തിയത്. ചില അസ്ഥികൾ പൊട്ടിയ നിലയിലാണുള്ളത്. DGPയും SIT തലവനുമായ പ്രണബ് മൊഹന്തി അല്പസമയത്തിനുള്ളിൽ ധർമ്മസ്ഥലയിലെത്തും. വിവരങ്ങളുമായി ധർമ്മസ്ഥലയിൽ നിന്നും സരീഷ് ചേരുന്നുണ്ട്. സരീഷ്, ആ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ സാധൂകരിക്കുന്ന തെളിവുകളാണ് ലഭിച്ചിട്ടുള്ളത്. എവിടെ നിന്നൊക്കെ എന്തൊക്കെ തെളിവുകളാണ് ലഭിച്ചിട്ടുള്ളത്? വിശദാംശങ്ങൾ. കഴിഞ്ഞ 2 ദിവസത്തെ അപേക്ഷിച്ച് 3ാമത്തെ ദിവസത്തെ തിരച്ചിൽ അവസാനിപ്പിക്കുമ്പോൾ കൃത്യമായി സാക്ഷിയുടെ മൊഴി എന്തായിരുന്നു അതിനെ കൃത്യമായി ശരിവയ്ക്കുന്ന രീതിയിലുള്ള തെളിവുകളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഈ നേത്രാവതി പുഴയുടെ സമീപത്തെ കാട്ടിൽ നിന്നും, അതായത് പുഴയോടും കാട്ടിലോടും ചേർന്നുള്ള ഭാഗത്താണ് 6ാമത്തെ പോയിന്റായി മാർക്ക് ചെയ്തിരുന്നത്. ആ ഭാഗത്ത് നിന്നാണ് ഇപ്പോൾ അസ്ഥികൾ കണ്ടെത്തിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരുന്നത് ഈ 6ാമത്തെ ഭാഗത്ത് 7 മൃതദേഹങ്ങൾ വരെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നതാണ്. പല ഘട്ടങ്ങളിലായി 7 മൃതദേഹങ്ങൾ വരെ ആ ഭാഗത്ത് കുഴിച്ചിട്ടിട്ടുണ്ട് എന്നായിരുന്നു പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് കൂടുതൽ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ സാധ്യതയുണ്ട് എന്നും പറഞ്ഞിരുന്നു. പക്ഷേ അത് ഈ കഴിഞ്ഞ 2 ദിവസത്തെ അനുഭവങ്ങൾ വെച്ച് SIT അത്രത്തോളം കരുതിയിരുന്നില്ല. പക്ഷേ ഇന്ന് രാവിലെ 11 മണിയോടെ എത്തുകയും 11:30 കുഴിച്ചുള്ള പരിശോധന ആരംഭിക്കുകയും ചെയ്തു. ഏതാണ്ട് 2 അടിയോളം മണ്ണ് നീക്കുമ്പോൾ തന്നെ അസ്ഥികൂടങ്ങൾ ലഭിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ 15 അസ്ഥിഭാഗങ്ങളാണ് ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ ചിലത് പൊട്ടിയ നിലയിലായിരുന്നു എന്നും പറയുന്നുണ്ട്. അത് കൃത്യമായി അവിടെ വെച്ച് തന്നെ കൃത്യമായി പാക്കറ്റുകളിലാക്കുകയും പിന്നീട് കരയിലേക്ക് എത്തിച്ച്, അതായത് പുഴയുടെ വശത്ത് തന്നെ എത്തിച്ച് അവിടെ നിന്നും കൃത്യമായി ഫോറൻസിക് വിഭാഗം പരിശോധന നടത്തുകയും ചെയ്തു. അതിലാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഈ അസ്ഥിഭാഗങ്ങൾ മനുഷ്യൻ്റേതാണ് എന്ന് സ്ഥിരീകരിച്ചത്. പിന്നീട് നടത്തിയ പരിശോധനയിൽ അത് പുരുഷൻ്റേതാണ് എന്നുകൂടി സ്ഥിരീകരിക്കുന്നു. അങ്ങനെ ഈ ആദ്യം കിട്ടിയ അല്ലെങ്കിൽ ആദ്യം ലഭിച്ചിരിക്കുന്ന അസ്ഥിഭാഗങ്ങൾ അത് പുരുഷൻ്റേതാണ് എന്ന സ്ഥിരീകരണത്തിലേക്ക് വരുന്നു. പക്ഷേ അപ്പോഴും ഫോറൻസിക്കിന് മുന്നിലുള്ളത് എല്ലാ എല്ലുകളും പരിശോധിക്കണം എന്നുള്ളതാണ്. കാരണം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതായത് ഈ സാക്ഷി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്നിൽ കൂടുതൽ മൃതദേഹങ്ങൾ ഇതിലുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ 15 ശരീരഭാഗങ്ങൾ അല്ലെങ്കിൽ ഈ അസ്ഥിഭാഗങ്ങളും ഒരാളുടേതാണ് എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് എന്തായാലും SITയും ഫോറൻസിക്കും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ 15 ഭാഗങ്ങളും കൃത്യമായി വേർതിരിച്ച് ഓരോ കവറുകളിലാക്കി ഓരോ നമ്പർ നൽകി പരിശോധന നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഫോറൻസിക്കിന് മുമ്പിലുള്ള വലിയ വെല്ലുവിളി. സ്വാഭാവികമായും ആ നടപടികൾ നേരത്തെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ 6ാം നമ്പർ സ്പോട്ടിലെ പരിശോധന പൂർണ്ണമായി നിർത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ 3 കുഴികൾ ഇന്നെടുത്ത് പരിശോധിക്കണമെന്നായിരുന്നു SIT തീരുമാനിച്ചെങ്കിൽ പോലും ആദ്യ മണിക്കൂറിൽ തന്നെ ഈ അസ്ഥികൂടങ്ങൾ ലഭിച്ച സാഹചര്യത്തിൽ കൂടുതൽ ആഴത്തിൽ പരിശോധന വേണം എന്നായിരുന്നു സാക്ഷി അന്വേഷണ സംഘത്തോട് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടേക്ക് മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉൾപ്പെടെ എത്തിക്കുകയും വ്യാപകമായുള്ളൊരു പരിശോധന നടത്തുകയും ചെയ്തു എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ആദ്യഘട്ടത്തിൽ 15 അസ്ഥികൾ ലഭിച്ചെങ്കിലും പിന്നീട് അല്പം മാറി ഉൾപ്പെടെയുള്ള കുഴിയെടുത്തുള്ള പരിശോധന നടത്തിയെങ്കിലും പിന്നീട് ഒന്നും കണ്ടെത്താനായിട്ടില്ല. എന്തായാലും ഈ ഫോറൻസിക് വിഭാഗം ഇപ്പോഴും ആ പരിശോധന പൂർത്തിയാക്കി കരയിലേക്ക് മടങ്ങുന്നു എന്നുള്ളതാണ്. അവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ 6ാമത്തെ സ്പോട്ടിൽ നിന്ന് 15 അസ്ഥിഭാഗങ്ങളാണ് കിട്ടിയത്. അതിൽ ചിലത് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം ലഭിച്ചത് 15 അസ്ഥിഭാഗങ്ങളാണ്. ചില അസ്ഥികൾ പൊട്ടിയ നിലയിലാണ്. SIT തലവൻ പ്രണബ് മൊഹന്തി അല്പസമയത്തിനുള്ളിൽ ധർമ്മസ്ഥലയിലെത്തും. വിവരങ്ങൾ നൽകുകയായിരുന്നു സരീഷ്.